വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേയായി നമുക്ക് അതിനു മുന്നേ നടന്ന മുംബൈയുടെയും ഗുജറാത്തിൻ്റെയും കളിയൊന്ന് അനലൈസ് ചെയ്യാം. സായി സുദർശൻ്റെയും ജോസ് ബട്ട്ലറിൻ്റെയും ഗില്ലിൻ്റെയും ബാറ്റിംഗ് പവറിൽ 196 റൺസാണ് ഡൽഹി അടിച്ചു കൂട്ടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈക്ക് വേണ്ടി സിറാജിൻ്റെ ആദ്യ ഓവറിൽ രോഹിത് ശർമ്മ 2 ബൗണ്ടറികൾ നേടിയെങ്കിലും അടുത്ത പന്തിൽ രോഹിത് ശർമ്മ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നത് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണ്. അയാൾ വീണ്ടും ടഡീനായി പോവുകയാണോ എന്നൊരു സംശയം. ആർക്കോ വേണ്ടി കളിക്കും പോലെ സൂര്യയും തിലക് വർമ്മയും പൊരുതിയെങ്കിലും ക്യാപ്റ്റൻ പാണ്ഡ്യയുടെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് കാരണം കളി അടിയറ വെക്കുകയായിരുന്നു. 2 വിക്കറ്റ് നേടിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ആ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. ഇനി ഇന്നലത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ IPL ഏറ്റവും വലിയ ബാറ്റിംഗ് ലൈനപ്പുള്ള ഹൈദരാബാദിനെ 163 റൺസിന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ഡൽഹി. അഭിഷേക് ശർമ്മ, ക്ലാസൻ, ഹെഡ് ഇവരെല്ലാം ചേർന്ന് ഒരു നല്ല തുടക്കം നൽകിയെങ്കിലും 35 റൺസ് വഴങ്ങി 5 വിക്കറ്റ് എടുത്ത സ്റ്റാർക്കിന്റെ ബോളിംഗ് മികവിൽ ഹൈദരാബാദ് തകർന്നടിയുകയായിരുന്നു. തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി അനായാസമായി വിജയിക്കുകയായിരുന്നു. ഓപ്പണർമാരായ ഡുപ്ലസിസും മഗർഗും മികച്ച തുടക്കമാണ് അവർക്ക് നൽകിയത്. പിന്നാലെ വന്ന അഭിഷേകും പോറലും ചേർന്ന് 16 ഓവറിൽ അവരെ വിജയത്തിലേക്ക് എത്തിച്ചു. സ്റ്റാർക്ക് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹി എല്ലാ രീതിയിലും ഒരു മികച്ച ടീമായി ഗംഭീര പ്രകടനം പുറത്തെടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാനും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരുന്നു പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് സഞ്ജു മികച്ച തുടക്കം നൽകിക്കൊണ്ട് രാജസ്ഥാന് വൻ പ്രതീക്ഷ നൽകി. നിതീഷ് റാണയും ആഞ്ഞടിച്ചതോടുകൂടി ഒപ്പം പരാഗിന്റെ പവറിൽ രാജസ്ഥാൻ 182 റൺസിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ IPL തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നൽകിയ 76 റൺസ് നൽകിയ ആർച്ചറിന്റെ ആദ്യ ഓവറാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ആർച്ചറുടെ ആദ്യ ഓവറിൽ രച്ചിൻ രവീന്ദ്ര 0-ന് പുറത്തായി. ത്രിപാഠി, ക്യാപ്റ്റൻ ഗെയ്ക്വാദ്, ശിവൻ ദുബെ, ജഡേജ എന്നിവരും മികച്ച പ്രകടനം തന്നെയായിരുന്നു നടത്തിയത്. ക്യാപ്റ്റനായ ഗെയ്ക്വാദ് 63 റൺസ് എടുത്ത് പുറത്താകുമ്പോൾ 24 ബോളിൽ 54 റൺസായിരുന്നു ചെന്നൈയുടെ വിജയലക്ഷ്യം. തുടർന്ന് ഇറങ്ങിയത് ആരോ പറഞ്ഞതുപോലെ കാണികളുടെ ആരവത്തിന് വേണ്ടി മാത്രം ബാറ്റ് തുഴഞ്ഞുകൊണ്ടുവരുന്ന, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കായം പങ്കി എന്ന് വിളിപ്പേരുള്ള അവരുടെ മുൻ ക്യാപ്റ്റൻ തല ധോണിയായിരുന്നു. ഒരു സിക്സർ പറത്തി മഞ്ഞപ്പടയ്ക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും സന്ദീപ് ശർമ്മയുടെ അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 20 റൺസായിരുന്നു. ആ ഓവറിൽ ഒരു സ്ലോവർ ബോൾ എറിഞ്ഞ് തലയുടെ വിക്കറ്റ് സന്ദീപ് ശർമ്മ തൂക്കുകയും ചെയ്തു. കളി അവസാനിക്കുമ്പോൾ 6 റൺസിനായിരുന്നു രാജസ്ഥാന്റെ വിജയം. നിതീഷ് റാണയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. ചെന്നൈയിൽ ഇന്ന് ധോണിയുടെ സ്ഥാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാവുകയാണ്. എപ്പോഴും ക്രിക്കറ്റിന് പ്രാധാന്യം ടീമിനാണ്, അല്ലാതെ പ്ലേയേഴ്സിനാവരുത്. ധോണി എന്ന താരത്തേക്കാൾ ചെന്നൈക്ക് ഇന്ന് വേണ്ടത് ധോണി എന്ന ഫിനിഷറിനെയാണ്. വരും കളികളിൽ ധോണി ചെന്നൈക്ക് വേണ്ടി എങ്ങനെ ബാറ്റ് ചെയ്യും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്നത്തെ മാച്ച് കൊൽക്കത്തയും മുംബൈയും തമ്മിലാണ്. വിജയ സാധ്യത കൂടുതലുള്ളത് രഹാനെയുടെ കൊൽക്കത്തയ്ക്ക് തന്നെയാണ്. സ്വന്തം കാണികളുടെ മുമ്പിൽ പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഒരു തിരിച്ചുവരവിനായിരിക്കും പരിശ്രമിക്കുക. ടഡിയൻ രോഹിത് ശർമ്മ തൻ്റെ മിന്നും ഫോമിലേക്ക് തിരികെ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാരണം ഫോമിലുള്ള രോഹിത് ശർമ്മയെ ഭയക്കാത്ത ഒരു ബോളറും ഇന്ന് ലോക ക്രിക്കറ്റിലില്ല. IPL എത്ര വലിയ റൺമല തീർക്കാനും ആ ബാറ്റിന് ഇന്നും കരുത്തുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മാച്ചിൽ രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരികെ വരുമോ? മുംബൈ ഇന്ത്യൻസ് തൻ്റെ വിജയം നേടുമോ? അതോ കൊൽക്കത്ത തൻ്റെ വിജയഗാഥ തുടരുമോ? നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കും.